നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം ഫ്രിഡ്ജ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ കിടപ്പ് രോഗികളായ ദമ്പതികൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 11:30-ഓടെയാണ് സംഭവം. ആരോ വീട്ടിൽ കുട്ടപ്പൻ, ഭാര്യ അംബിക എന്നിവർക്കാണ് പരിക്കേറ്റത്. സംഭവ സമയത്ത് ദമ്പതികൾ ഉറക്കത്തിലായിരുന്നു. പൊട്ടിത്തെറിയെ തുടർന്ന് വീടിനുള്ളിൽ തീ പടരുകയും മുറി മുഴുവൻ കനത്ത പുക നിറയുകയും ചെയ്തു. പുക ശ്വസിച്ച് ശ്വാസതടസ്സം നേരിട്ട ദമ്പതികളെ ഉടൻ തന്നെ എക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ തുടർ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വീടിന്റെ ഭിത്തികൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ജനൽ ചില്ലുകളും തകർന്നു. ഫ്രിഡ്ജ് പൂർണ്ണമായി കത്തിനശിച്ചു. വിവരമറിഞ്ഞയുടൻ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീ പൂർണ്ണമായും അണച്ചു. ഫ്രിഡ്ജിലെ ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ലോകകപ്പിലെ അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരത്തിനിടയിൽ കെഎസ്ഇബിയുടെ പവർ കട്ട് പ്രഖ്യാപനം. ഇന്നലെ അർദ്ധരാത്രിയിൽ എരുമപ്പെട്ടിയിലെ കെഎസ്ഇബി ഓഫീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചു. ലോകം മുഴുവൻ കളി കാണുമ്പോൾ സംസ്ഥാന സർക്കാർ പവർ കട്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കെഎസ്ഇബി എരുമപ്പെട്ടി സെക്ഷന് കീഴിലുള്ള കടങ്ങോട് മേഖലയിൽ ഇന്ന് പുലർച്ചെ 12:42 മുതൽ 1:07 വരെ പവർ കട്ട് പ്രഖ്യാപിച്ചിരുന്നു. 12:30 മുതലാണ് അർജന്റീന ഇംഗ്ലണ്ട് സെമിഫൈനൽ മത്സരം ആരംഭിക്കുന്നത്. ഇതിനിടയിലാണ് കടങ്ങോട് മേഖലയിൽ 25 മിനിറ്റോളം സമയം പവർ കട്ട് പ്രഖ്യാപിച്ചത്. കെഎസ്ഇബി പൊതുഗ്രൂപ്പിൽ അറിയിപ്പ് കണ്ടതിനെ തുടർന്ന് കടങ്ങോട് മേഖലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കെഎസ്ഇബി ഓഫീസിലെത്തി പവർ കട്ട് സമയം മാറ്റണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥർ ആദ്യം വിസമ്മതിച്ചു. തുടർന്നാണ് പ്രവർത്തകർ ഓഫീസിനുള്ളിൽ കയറി കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചത്. സമരം ശക്തമായതിനെ തുടർന്ന് 12:45-ഓടെ കെഎസ്ഇബി ഉദ്യോഗസ്ഥർ പവർകട്ടിന്റെ സംബന്ധിതരാവുകയായിരുന്നു. കളിയുടെ സമയത്ത് പവർകട്ട് ഉണ്ടാവുകയില്ല എന്ന് കെഎസ്ഇബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. വിവരമറിഞ്ഞ് എരുമപ്പെട്ടി പോലീസും എത്തിയിരുന്നു. ലോകകപ്പ് മത്സര സമയത്ത് സംസ്ഥാന സർക്കാർ നടത്തുന്ന പവർകട്ട് കായിക പ്രേമികളോടുള്ള വഞ്ചനയും വെല്ലുവിളിയുമാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. ഇത് നാടിനകത്ത് ആവേശകരമായ സെമിഫൈനലാണ് നടക്കുന്നത്. അർജന്റീന ഇംഗ്ലണ്ട് ഈ മത്സരം കാണാൻ ഈ നാട്ടിലെ യുവാക്കളും നാട്ടിലെ മുഴുവൻ ആളുകളും നിൽക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലും ആ സംസാരത്തിൻ്റെ പ്രതികരണം ഒരു ഉറപ്പ് തരാത്ത രീതിയിലാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇടപെട്ടത്. കെഎസ്ഇബിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വിളിച്ച് 12:15 മുതൽ കറണ്ട് കട്ട് ഉണ്ടാകില്ല, ഇന്നത്തെ കറണ്ട് കട്ട് ഒഴിവാക്കി എന്ന് ഉറപ്പ് തന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് ഡിവൈഎഫ്ഐ കടങ്ങോട് മേഖല കമ്മിറ്റി സമരത്തിൽ നിന്ന് പുറകെ പോയിട്ടുള്ളത്. സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CH ലാഷ്, കടങ്ങോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ UV ഗിരീഷ്, ലോക്കൽ കമ്മിറ്റി അംഗം CV സുഭാഷ്, ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി PB വിഷ്ണു, പ്രസിഡന്റ് KC നിമിൽ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. വൈദ്യുതി ഉപയോഗം കുത്തനെ കൂടിയെന്നും നിയന്ത്രണം എത്ര നാൾ തുടരേണ്ടി വരുമെന്ന് അറിയില്ലെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. കൈമാറ്റ വ്യവസ്ഥയിൽ വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ടത് ബാധ്യതയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കേന്ദ്ര പൂളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി കുറഞ്ഞു. ഭരണപരാജയം എന്ന് പറയുന്നത് ശരിയല്ല. ഇടത് സർക്കാരിന്റെ കാലത്തും നിയന്ത്രണം ഉണ്ടായിരുന്നുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ബാറ്ററി സ്റ്റോറേജ് വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. തലക്കോട്ടുകര 63-ാം നമ്പർ അംഗൻവാടി പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം അംഗൻവാടി കെട്ടിട പരിസരത്ത് തെരുവുനായ പ്രസവിച്ചിട്ട 7 പട്ടിക്കുട്ടികൾ ഉണ്ടായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പഞ്ചായത്ത് അംഗം KL പോൾസൺ പട്ടിക്കുട്ടികളെ സമീപത്തെ പറമ്പിലേക്ക് മാറ്റി. അംഗൻവാടിയുടെ പിൻവശം ടാർപ്പാവയെ ഉപയോഗിച്ച് കെട്ടി നായ്ക്കൾ കടക്കാതെ സുരക്ഷിതമാക്കി. 10 കുട്ടികളുള്ള അംഗൻവാടിയാണിത്. ആഴ്ചകൾക്ക് മുമ്പ് ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ പട്ടി പെറ്റുകിടക്കുകയും വിദ്യാർത്ഥിക്ക് കടിയേറ്റ സംഭവം ഉണ്ടായിരുന്നു. പട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതോടെ തെരുവുനായ ശല്യം മൂലം സ്കൂളിന് 2 ദിവസം അവധി നൽകേണ്ട സാഹചര്യവും ഉണ്ടായി. നായ്ക്കളെ പിടികൂടി പാർപ്പിക്കാൻ ഷെൽട്ടർ സൗകര്യമൊരുക്കാൻ അന്ന് കൂടി അടിയന്തര ഭരണസമിതി യോഗം തീരുമാനിച്ചെങ്കിലും ഇതുവരെ നടപടികളായിട്ടില്ല.
കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെല്ലോഷിപ്പ് TC മാത്യു മാസ്റ്റർ മെമ്മോറിയൽ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 5 ഞായറാഴ്ച UPF ലൈബ്രറി ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ഹാളിൽ നടത്തിയ ഉപന്യാസ രചനാ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. 1ാം സ്ഥാനം സിസ്റ്റർ ജിഷ MB പഴഞ്ഞി, 2ാം സ്ഥാനം സിസ്റ്റർ സ്റ്റിനി സാം തൃശൂർ, 3ാം സ്ഥാനം സിസ്റ്റർ ലിജി ജിജി കുന്നംകുളം എന്നിവർ നേടി. മാറുന്ന ലോകത്തിൽ ക്രൈസ്തവ സാക്ഷ്യം എന്നതായിരുന്നു ഉപന്യാസ വിഷയം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുത്തിരുന്നു. വിജയികൾക്ക് യഥാക്രമം 3000, 2000, 1000 രൂപ വീതം ക്യാഷ് പ്രൈസും 4 മുതൽ 12 സ്ഥാനം ലഭിച്ചവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. ഓഗസ്റ്റ് മാസത്തിൽ നടക്കുന്ന പ്രത്യേക സമ്മേളനത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. ജൂലൈ 15 ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് ലിറ്റിൽ ഫ്ലവർ കോളേജ് ഗുരുവായൂരിലെ NCC യൂണിറ്റ് നിപുണ എന്ന പേരിൽ സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ യുവജനങ്ങളുടെ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി ഉപന്യാസ രചനാ മത്സരം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ വിശകലനാത്മക ചിന്ത വളർത്തുക, യുവജന നൈപുണ്യ ദിനത്തിന്റെ സന്ദേശത്തിനനുസരിച്ച് ജീവിത നൈപുണ്യങ്ങൾ വികസിപ്പിക്കാൻ പ്രചോദനം നൽകുക എന്നിവയായിരുന്നു മത്സരത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 65 NCC കേഡറ്റുകൾ പങ്കെടുത്തു. ചരമം. ഗുരുവായൂർ മല്ലിശ്ശേരി പറമ്പിൽ താമസിക്കുന്ന പരേതനായ പ്രഭാകരൻ നായർ ഭാര്യ റിട്ടയേർഡ് തഹസിൽദാർ കോന്നം പറമ്പത്ത് പത്മാവതി അമ്മ നിര്യാതയായി. 81 വയസ്സായിരുന്നു. സലിൽ കുമാർ, സവിത എന്നിവർ മക്കളാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തും. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.